enhances our beauty. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ മേക്കപ്പിൽ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഐ മേക്കപ്പ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്, ഫൗണ്ടേഷൻ മേക്കപ്പ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ടിപ്സുമായി ആസ് യൂഷ്വൽ നമ്മുടെ ലക്ഷ്മി മേനൻ has come up. So have a look at it. This is me Lekshmi here. Welcome back to yet another wonderful episode of Penalaga. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വണ്ടർഫുൾ വീക്ക് ആയിരുന്നു കഴിഞ്ഞ വീക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ടോപ്പിക്കാണ് 4 മേക്കപ്പ് മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കാണുന്ന, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് സാധാരണ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ മിസ്റ്റേക്സ് എന്നുള്ളത്. അത് ഒരുപാട് പേർക്ക് ഞാൻ ജനറലി ഒരുപാട് സ്ത്രീകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രൊഫഷണൽസ് തൊട്ട് സാധാരണ സ്ത്രീകൾ തൊട്ട് ഒരുപാട് പേരായിട്ട്. അപ്പോൾ ജനറലി എനിക്ക് ഒരുപാട് പേര് മേക്കപ്പ് ചെയ്യുന്നവരിൽ തന്നെ മിസ്റ്റേക്സ് ടിപ്സ് ചോദിച്ചു വരുന്ന ഒരുപാട് പേരിനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്ന് കണ്ടുപിടിച്ച 4 മിസ്റ്റേക്കുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഈ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ കൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കളർ. പലർക്കും അറിയാത്തൊരു കാര്യം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും മേക്കപ്പ് ഇടുക എന്ന് തന്നെ എല്ലാവരും വിചാരിക്കും വെളുക്കാനാണെന്നാണ്, വൈറ്റനിങ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാവരും ഇടുന്നത് ഒന്ന് വെളുത്ത് കാണാനാണ് എല്ലാവരും ഫൗണ്ടേഷൻ ഇടുന്നത്. പക്ഷേ ജനറലി എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എക്സാക്ട് കളറായിരിക്കണം, നമ്മുടെ മുഖത്തിന് ചേരുന്ന കളറായിരിക്കണം, എക്സാക്ട് കളറാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മിസ്റ്റേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫൗണ്ടേഷൻ കളർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആഷി ആവുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രിറ്റി ആൻഡ് അപ്പീലിംഗ് ലുക്ക് അല്ല. ശരിക്കും ദാറ്റ് ഈസ് എ റോങ് കളർ കംപ്ലീറ്റ്ലി. റൈറ്റ് കളർ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല അലിഞ്ഞ് ചേർന്ന് പോകുന്ന കളറിനാണ് നമ്മൾ ഫൗണ്ടേഷൻ കളർ സെയിം ആൻഡ് എക്സാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റൈറ്റ് കളർ. സോ അത് നിങ്ങൾ വേണം എന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫൗണ്ടേഷൻ കളർ നല്ല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് തോന്നണം എന്നാൽ ഈവൻ ആയിരിക്കണം, ഒരുപാട് ആഷി ലുക്ക് ആവരുത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പം ഇനി മുതൽ ഫൗണ്ടേഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇട്ട് നോക്കി അത് ആപ്റ്റ് ആണെങ്കിൽ മാത്രം ആ ബോട്ടിലേക്ക് നിങ്ങളുടെ പൈസ ചിലവാക്കാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രൗസ്. പലർക്കും ഇവിടെ നാട്ടിൽ ത്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നീറ്റ് ട്രിംഡ് ക്ലീൻഡ് ഗ്രൂംഡ് ഐബ്രൗസ് പല സ്ത്രീകൾക്കും ഉണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഐബ്രൗസ് ത്രെഡ് ചെയ്യുന്നവരാണ്. പക്ഷേ ഐബ്രോ വരയ്ക്കുന്ന ആൾക്കാർ പലരും ശ്രദ്ധിക്കുന്നത് ഭയങ്കര ഓവർ ഡൂ ആയിട്ടാണ് ഐബ്രോസ് വരയ്ക്കുന്നത്. പലരും ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഐബ്രോസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും വരയ്ക്കുമ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങും. നമ്മുടെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഡാർക്ക് ആക്കിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് എൻഡ് ചെയ്യുള്ളൂ. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ഐബ്രോസ് ചെയ്യുന്നത്. അങ്ങനെയല്ല ശരിക്കും ഐബ്രോസ് വരയ്ക്കേണ്ടത്. ഐബ്രോസ് വരച്ചു കഴിഞ്ഞാൽ അത് ഹെയർ ഇല്ലാത്ത ഭാഗത്ത് സ്പാർസ് ഏരിയാസിൽ ഫില്ല് ചെയ്ത് നീറ്റ് ആൻഡ് പ്രിസിഷൻ ആക്കി, പക്ഷേ ഒരുപാട് ഓവർ ഡൺ ആയിട്ടുള്ള രീതിയിൽ കാണരുത്. നാച്ചുറൽ ആയിരിക്കണം, ബട്ട് ഇറ്റ് ഷുഡ് ലുക്ക് വെരി പ്രിറ്റി വിത്ത് യുവർ ഫേസിൻ്റെയും നമ്മുടെ കളറും നമ്മുടെ ഹെയർ കളറൊക്കെ ആയിട്ട് നല്ല മേർജ് ചെയ്ത് പോകണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കളർ എന്ന് വെച്ചാൽ നിങ്ങൾ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഐബ്രോസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഐബ്രോസ് ഒരിക്കലും ഇവിടെ നല്ല ഡാർക്ക് ആവുന്നത്. നമ്മുടെ ഐബ്രോസ് ഡാർക്ക് ആവുന്നത് ഒരു 3-4 ഹെയർ വിട്ടിട്ട് പിന്നെയാണ് അത് ഡാർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡാർക്ക് ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഡാർക്ക് ആൻഡ് സ്റ്റാർക്ക് ആയിട്ടുള്ള ലുക്ക് ആവും. അങ്ങനത്തെ ലുക്ക് നമുക്ക് ഒരു അപ്പീലിംഗ് ലുക്ക് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള മേക്കപ്പ് റൂട്ടീൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ലുക്ക് അപ്പീലിംഗ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ അറബിക് ഐ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ പുട്ട് ഡാർക്ക് ഐബ്രോസ്, ബ്ലാക്ക് ഐബ്രോസ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഖലീജി ലുക്ക് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഇഫ് യു ഗോയിങ് ടു ഡു ഫോർ എ നാച്ചുറൽ ഡെയിലി വെയർ, അല്ലെങ്കിൽ ഇവിടെ ഒരു റിസപ്ഷൻ ഒരു പാർട്ടീനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, or even if you're going to your office, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള റൂട്ടീനാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ. ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ പൗഡേഴ്സാണ് മേടിക്കാൻ കിട്ടുന്നത്. പൗഡേഴ്സ് എടുത്തിട്ട് വളരെ നാച്ചുറൽ ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഷാർപ്പൺ ചെയ്ത് പോവുക. ഒരുപാട് ഹെവി ആക്കരുത്, ഒരുപാട് ഓവർഡൂ ചെയ്യരുത്. ഇറ്റ് ഷുഡ് ലുക്ക് നാച്ചുറൽ ആൻഡ് ഗ്രേഡിയൻറ്റ്. സോ ദാറ്റ് ഈസ് അനദർ മിസ്റ്റേക്ക് യു ക്യാൻ വെരി വെൽ അവോയ്ഡ്. നെക്സ്റ്റ് മിസ്റ്റേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഐലൈനർ എഴുതുന്നതാണ്.
പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഹറി ബറിയായിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കാജൽ പെൻസിൽ എടുത്ത് താഴെ മാത്രം ഇങ്ങനെ വരച്ചിട്ട് പോകും. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് കിട്ടുന്നുണ്ട് ആ മിസ്റ്റേക്ക് ചെയ്യുന്നവർ. ഒരുപാട് പേര് നോർമലായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാറുണ്ട്, അങ്ങനെ മിസ്റ്റേക്ക് ചെയ്ത ആ കുട്ടികളെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. ജനറലി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ണ് കാജൽ മാത്രം എടുത്ത് താഴെ മാത്രം വരച്ചിട്ട് പോകാൻ പാടില്ല. റീസൺ ഈസ് കണ്ണ് ഇനിയും ചെറുതാവും. നമ്മുടെ കണ്ണ് ഇനിയും ചെറുതാവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ താഴെ മാത്രം കാജൽ ഇടുന്നത് അവോയ്ഡ് ചെയ്യുക. ഒന്നെങ്കിൽ കണ്ണിൽ മേളിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മേളും താഴെയും ചെയ്യുക. രണ്ട് സ്ഥലത്തും ചെയ്തില്ലെങ്കിലും മസ്കാര മാത്രം ഇട്ടാലും മതി. പക്ഷെ താഴെ മാത്രം കാജൽ വരച്ചു കഴിഞ്ഞാൽ അതൊരു അപ്പീലിംഗ് ലുക്ക് അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ലൈൻ അല്ലെങ്കിൽ ഡാർക്ക് ലൈൻ ചെല്ലുമ്പോൾ ഒരു ബോർഡർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ട്രാൻസിഷൻ, അതൊരു ഗ്രേഡിയൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണിന് ഒരു ഡിമെൻഷൻ, ലാക്ക് ഓഫ് ഡിമെൻഷൻ വരും. അതുപോലെ തന്നെ കണ്ണിന് ബോർഡർ വരുന്നുണ്ട്. കണ്ണ് കുറച്ചും കൂടെ ചെറുതാവാനാണ് ലുക്ക് വരുന്നത്. അൺലെസ് അൺടിൽ യു ഡു സംതിങ് ലൈക്ക് ദർ ഇസ് എ റുട്ടീൻ കോൾഡ് റിവേഴ്സ് സ്മോക്കി ഐ. അങ്ങനത്തെ റിവേഴ്സ് സ്മോക്കി ഐ പോലത്തുള്ള ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ താഴെ മാത്രം കാജൽ എഴുതുന്നത് അവോയ്ഡ് ചെയ്യുക. ഒന്നെങ്കിൽ മേളിൽ തിന്നായിട്ടൊരു ലൈനർ കൊടുക്കുക, അല്ലെങ്കിൽ താഴെ മേളിലും കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടിടത്തും കൊടുത്തില്ലെങ്കിൽ രണ്ട് സ്ഥലത്തും നന്നായിട്ട് കേൾ ചെയ്ത് താഴെയും മേളിലും മസ്കാര ഇടുക. അത് മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് മിസ്റ്റേക്ക്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതും പറയുന്നതും വളരെ ഇവിടെ ഇന്നും ട്രെൻഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോൺടൂറിങ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഡെയിലി ബേസിസിൽ എനിക്ക് മെസ്സേജസും ആൾക്കാർ ചോദിക്കലും ഉള്ള ഒരു ടോപ്പിക്കാണ്, വേർഡാണ് കോൺടൂറിങ്. എന്താണ് കോൺടൂറിങ്? കോൺടൂറിങ് എനിക്ക് പഠിക്കണം മാം, കോൺടൂറിങ് എനിക്ക് നല്ല ഡാർക്ക് വേണം, എനിക്ക് മൂക്ക് കോൺടൂർ ചെയ്ത് ചെറുതാക്കണം. ഷൂട്ടിന് പോയാൽ എല്ലാവരും പറയും എക്സ്ട്രീം കോൺടൂർ ചെയ്യാ പറയും. കോൺടൂറിങ് എന്ന് പറയുന്നത് ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ടേം ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി കോൺടൂറിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു വേറൊരു വീഡിയോ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാം. പക്ഷേ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് കോൺടൂറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് ഡിമെൻഷൻ ഓൺ യുവർ ഫേസ് യൂസിങ് ഷാഡോസ്. ശരിക്കും മുഖത്തിൻ്റെ ഡിമെൻഷൻ, ബോൺ സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് 3 ഡിമെൻഷനൽ ആക്കാൻ നമ്മൾ ഷാഡോസ് യൂസ് ചെയ്യുന്ന പ്ലേസ്മെൻറ്റിനാണ് കോൺടൂറിംഗ് എന്ന് സിമ്പിൾ ടേംസിൽ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് റോക്കറ്റ് സയൻസ് പോലെ തോന്നും, പക്ഷേ ഇത് റോക്കറ്റ് സയൻസ് അല്ല. ഇത് മേക്കപ്പ് ആർട്ടിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ സോഷ്യൽ മീഡിയ വളർന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ, കോളേജ് ഗോയിങ് ഗേൾസ് വാച്ച് എ ലോട്ട് ഓഫ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ഒരുപാട് പേർക്ക് ഒരു സംശയമുള്ള കാര്യമാണ് കോൺടൂർ ചെയ്യണം. ഒരുപാട് പ്രൊഫഷണൽസ് ആണെങ്കിൽ കട്ട് ചെയ്യണം എന്ന് പറയും സിമ്പിൾ ടേംസിൽ. ഇവിടെ നാട്ടിൽ എല്ലാവരും പറയും കട്ട് ചെയ്യുക പറയും. കോൺടൂറിങ് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിൻ ടോണിലും 2 ടോൺസിലും കൂടി ഡാർക്ക് ആവരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ തിങ് ഇസ് കോൺടൂറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അറിഞ്ഞിട്ട് കോൺടൂറിങ് ചെയ്യുക. കോൺടൂറിങ് അറിയില്ലെങ്കിൽ അത് സാഹസമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം മുഖത്ത് ചെളി വാരി തേച്ച പോലെ തോന്നും. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവൻറ്റ്സിൽ കോൺടൂറിങ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് കണ്ട് ചെയ്തവർ പലരും ഡാർക്ക് പാച്ചസ് പോലെ ബ്ലെൻഡ് ചെയ്യാത്ത ലൈൻസ് പോലെ കോൺടൂർ ചെയ്യുന്നവരുണ്ട്. അത് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് കോൺടൂർ ചെയ്യുന്നതിന് ഇറ്റ് ഷുഡ് മേർജ് വിത്ത് യുവർ കംപ്ലക്ഷൻ കളർ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബ്ലെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻസ് ആയിട്ട് സ്റ്റാർക്ക് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രിറ്റി ലുക്ക്. അൺലെസ് നല്ല എഡിറ്റോറിയൽ മേക്കപ്പിന് മാത്രമേ നമ്മൾ അത്രയും കോൺടൂർ ചെയ്യുള്ളൂ. എക്സ്ട്രീം കോൺടൂറിങ് ഷുഡ് ബി അവോയ്ഡഡ്. ആൻഡ് ഇഫ് യു കനോട്ട് ഡു കോൺടൂറിങ്, അവോയ്ഡ് ഇറ്റ്. ജസ്റ്റ് അപ്ലൈ സം ബ്ലഷ് ഓർ ഹൈലൈറ്റ്. കോൺടൂറിങ് ചെയ്യാൻ നല്ല ബ്ലെൻഡിങ് സ്കിൽ വേണം. കളർ ടോൺസ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ മുഖത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെളി വാരി തേച്ച പോലെ ഇരിക്കും. സോ ഇറ്റ് ലുക്ക് വെരി മഡി. സോ പ്രിഫറബിളി അവോയ്ഡ് ഇറ്റ്. ഓർ ഇഫ് യു നോ ടു ഡു ഇറ്റ്, എൻഷുർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ടു ഡാർക്ക് ഓൺ യുവർ ഫേസ്. 2 ടോൺസ് ഡാർക്ക് ആണ് നിങ്ങളുടെ കോംപ്ലക്ഷനിൽ നിന്നും പാടുള്ളൂ. സോ ഐ ഹോപ്പ് ദീസ് മിസ്റ്റേക്സ് ക്യാൻ ബി അവോയ്ഡഡ് ഇൻ ദ ഫ്യൂച്ചർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ ടിപ്സും ട്രിക്സും വേണമെങ്കിൽ, ഈവൻ വീഡിയോ സജഷൻസ് വേണമെങ്കിൽ നമ്മളെ എഴുതി അറിയിക്കുക. We will be happy to show them to you through Penaraga. I will see you very soon next week with yet another wonderful episode. Until then, this is me, Lekshmi, signing off.